പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്ന് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് എന്നിവർ ചൂണ്ടിക്കാട്ടി. 1987കളിലാണ് മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിലും ഘടകകക്ഷിക്കാണ് സീറ്റ് നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഇല്ലാത്തതാണ് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയ്ക്ക് കാരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലും ആളൂർ പഞ്ചായത്തിലുമുണ്ടായ വിജയം പ്രാദേശിക നേതൃത്വത്തിന്റെ കഴിവുകൊണ്ടാണ് ഉണ്ടായത്. ഇരിങ്ങാലക്കുട മണ്ഡലം ഏറ്റെടുക്കണമെന്ന യൂത്ത് കോൺഗ്രസ് ആവശ്യത്തെ ചിലർ കുറ്റപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത് ന്യായമായ ആവശ്യമായിരുന്നു. മാതൃസംഘടനയെ സംരക്ഷിക്കുകയെന്ന ഉത്തരവാദിത്വമാണ് യൂത്ത് കോൺഗ്രസ് നിറവേറ്റിയത്. ഇരിങ്ങാലക്കുട മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന തലം വരെയുള്ള പല വേദികളിലും ഉന്നയിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും കാണാത്ത സാഹചര്യത്തിലാണ് തുറന്നു പറയേണ്ടി വന്നതെന്നും ഇരുവരും പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി MR ഷാജു, ഇരിങ്ങാലക്കുട നഗരസഭ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് VC വർഗീസ്, ട്രഷറർ ജോസഫ് ചാക്കോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാവരും അതിൻ്റെ സാമാന്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ എല്ലാ തവണയും ആവശ്യപ്പെടും. ഇതൊക്കെ പലരും കേൾക്കും, അങ്ങനെ അങ്ങോട്ട് പോവും, ആരും ഒന്നും അറിയില്ല. പക്ഷെ ഇനി അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയി അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം എന്നുള്ള നിലയ്ക്ക് പരസ്യമായി തന്നെ ഇത് പറയണം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബലഹീനമായിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അല്പം സൂക്ഷിച്ചു പോകുന്നതിൻ്റെ ഒരു ഘടകം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയും ഇത്തവണ ആളും പഞ്ചായത്ത് വെച്ച് ബാക്കി എല്ലായിടത്തും അല്പം നമ്മൾ സൂക്ഷിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിനൊരു അവസരമില്ല. 99% കോൺഗ്രസ്സുകാർ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് പറയുന്നത് എന്തോ വലിയൊരു അപരാധമാണെന്ന് ആരൊക്കെ കരുതി പോകുന്നു. മുഖ്യ വിഷയം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇരിങ്ങാലക്കുട സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണം. ഇരിങ്ങാലക്കുടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം. ആ സ്ഥാനാർത്ഥി ജയിക്കണം. ഇരിങ്ങാലക്കുടയിലെ MLA ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടി ആസ്ഥാനത്ത് വന്നിരുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപടി ഞങ്ങളോട് ബന്ധപ്പെട്ട നേതൃത്വം സ്വീകരിക്കണം എന്നുള്ളൊരു അപേക്ഷ. ഇരിങ്ങാലക്കുട ഠാണാവിൽ CI ഓഫീസ്, സബ് ജയിൽ എന്നിവ ഉണ്ടായിരുന്ന സ്ഥലം റൂറൽ പോലീസിന് കൈമാറുവാനുള്ള നീക്കം പിൻവലിച്ച് ഉടൻ കൂടൽമാണിക്യം ദേവസ്വത്തിന് വിട്ടു നൽകണമെന്ന് BJP. ദേവസ്വം നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരം കൂടുതൽ ഗൗരവമായി ഇത് ഇടപെട്ട് ഈ നീക്കം തടയണമെന്നും കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും ഇനി നഷ്ടപ്പെടുത്തരുതെന്നും ഇത് ആയിരക്കണക്കിനായ ഭക്തജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം MLA ഓഫീസ്, ദേവസ്വം ഓഫീസുകൾക്കെതിരെ 2ാം ഘട്ട സമരം സംഘടിപ്പിക്കുമെന്നും BJP വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട്, ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ്, PS സുബീഷ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ്, ജിതേഷ് മോഹനൻ, KR രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷയ്ക്ക് കാവലായി തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നിർഭയ നിശ പദ്ധതി. വിവിധ ആവശ്യങ്ങൾക്കായി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ നിശ. നിർഭയ നിശ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പെട്രോളിംഗ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട്
ബി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ ഡൽഹി സിജു യോഹന്നാൻ, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി, മ്യൂസിക് പ്രൊഡ്യൂസർ വിഷ്ണു സി ശർമ്മ, ഡിവൈഎസ്പിമാരായ സലീഷ് NS, സന്തോഷ് കുമാർ M, പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ PA മിനി, VR ചിത്തിര എന്നിവർ ആശംസകൾ നേർന്നു. അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് കൃഷ്ണദാസ് VA സ്വാഗതവും നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ സലാം K നന്ദിയും പറഞ്ഞു. നിയമം നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി, അതിനു വേണ്ടുന്ന സംരക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നിയമപാലനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന നിലയിൽ പോലീസിൻ്റെ ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടലുകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. കേരള സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിർഭയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിർഭയ നിശ എന്ന സവിശേഷ പദ്ധതി രാത്രികാലങ്ങളിലും സഞ്ചരിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് തുണയായി പോലീസുണ്ട് എന്ന ആത്മവിശ്വാസം അവർക്ക് പകരാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. പഠനാവശ്യങ്ങൾക്കും തൊഴിൽപരമായ ആവശ്യങ്ങൾക്കും ചികിത്സ തേടിയും മറ്റും രാത്രികാലങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ അരക്ഷിതമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മുക്തി നേടി സമാധാനത്തോടെ ധൈര്യത്തോടെ രാത്രിയും സഞ്ചരിക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് നിർഭയ നിശ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് വിവേച സേതുമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ലിയോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത ക്ലാസ് എടുത്തു. ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് ജഡ്ജ് PK രമ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ദീപ മോഹൻ, ഫാമിലി കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യർ എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ അഡ്വക്കേറ്റ് ഷൈനി ഐസക് സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ജോൺസൺ നന്ദിയും പറഞ്ഞു. കോമേലിയ സറാബ്ജിയെ പോലെയുള്ള ധീര വനിതകളുടെ പ്രയത്നഫലമായിട്ടാണ് 1923 ലീഗൽ പ്രാക്ടീഷണേഴ്സ് വുമൻസ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് 1924 കോമേലിയ സറാബ്ജി ആദ്യത്തെ വനിതാ അഭിഭാഷകയായി അലഹാബാദ് കോടതിയിൽ വാദിക്കാൻ കയറി. അതിനെ തുടർന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ, ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ആദ്യത്തെ വനിതാ ജഡ്ജി ഉണ്ടായത്. അന്നാചാണ്ടി 1937 1947 ആയപ്പോഴേക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയായി അന്നാചാണ്ടി മാറി. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പുത്രി, അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. തുടർന്ന് 1989 നമുക്കെല്ലാം അഭിമാനിക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി നമ്മുടെ പത്തനംതിട്ടക്കാരി ഫാത്തിമ ബീവിയാണ്. അതിലും അഭിമാനിക്കാം നമ്മുടെ കൊച്ചു കേരളത്തിന്. അപ്പോ ആ ഒരു ഗ്രൂപ്പിന്റെ, ആ ഒരു തലമുറയുടെ ഇങ്ങേ കോണിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ കറുത്ത കോട്ടിട്ട് കോടതികളിൽ ഇരിക്കുന്നതിനും നിയമം നടപ്പിലാക്കുന്നതിനും നിയമം നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും നിങ്ങളെ പോലുള്ളവർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ധീരം പോരാടിയ ധീര വനിതകളെ നമുക്ക് സ്മരിക്കാം. ഇന്ന് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് 5 വനിതകളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. 40 വർഷം പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ പ്രാക്ടീസിന് ഇറങ്ങിയ ആ സമയത്തെ അവരുടെ ഒരു പോരാട്ടത്തിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കാം. കൂടിപ്പോയാൽ 10-15 സ്ത്രീകൾ മാത്രമേ അന്ന് ഇവിടെ ഇരിങ്ങാലക്കുട ബാർ അസോസിയേഷനിൽ വനിതാ അഭിഭാഷകരായി ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ പുരുഷവർഗത്തിന്റെ
അടച്ചു വാഴുന്ന ഈ ആ ഒരു സമയത്ത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുടുംബവും നോക്കിയിട്ട് ഈ വനിതകൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് ഇങ്ങനെ ഒരു വനിതാഘോഷം സംഘടിപ്പിച്ച ദിവസം ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നു. ഞാൻ എല്ലാവരെയും നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗീവ് ആൻഡ് ഗെയിൻ, നൽകുക വാങ്ങുക. ഒന്ന് നൽകാതെ ഒന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇരിങ്ങാലക്കുടയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭീതി നൽകിയാൽ ഒരു പുതു തലമുറയെ ഉരുത്തിരിക്കുന്നതായിരിക്കും. നല്ലൊരു തലമുറ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കയ്യടി പോരാ, നല്ലൊരു കയ്യടി നൽകാം. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാചരണം ഇരിങ്ങാലക്കുട പ്രിയ ഹാളിൽ പ്രശസ്ത എഴുത്തുകാരി സിൻഡി സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷേർലി പ്രേമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KS അഭിലാഷ് ക്ലാസ് എടുത്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്നേഹ രാമചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഫാത്തിമ ഇബ്രാഹിം, കോമളം രാമകൃഷ്ണൻ, പ്രമീള ദിലീപ് കുമാർ, രമ രാജശേഖരൻ, ഷാജു KS, ജില്ലാ പ്രസിഡന്റ് VC ദിലീപ്, അനുപമ സുബിൻ, രാജീവ് വെള്ളാങ്കല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ ഒരു സ്ത്രീക്ക് ആദ്യം വേണ്ടതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഒരു നല്ല ജീവിതത്തിന്, സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഏതൊരു സ്ത്രീയും ആദ്യം കൈമുതലാക്കേണ്ട ഒന്നാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. രണ്ടാമത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതും ഏത് മേഖലകൾ വേണമെങ്കിലും ആവട്ടെ, വീടിന്റെ അകത്താവാം, ഗാർഹിക മേഖലകളിലാവാം, അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലകളിലാവാം, സാമൂഹിക സാംസ്കാരിക മേഖലകളിലാവാം. ഒന്നോ രണ്ടോ വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ അഭിപ്രായം പറയാൻ പാകത്തിൽ നമുക്ക് വളരാൻ സാധിക്കണം. ഒരു നിർബന്ധ ബുദ്ധികളല്ല ഉദ്ദേശിക്കുന്നത്. ഒരു നമ്മുടേതായ ഒരു അഭിപ്രായം അവിടെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കാൻ പാകത്തിൽ നമ്മൾ വളരേണ്ടതുണ്ട്. അതിന് ഈ പറഞ്ഞ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ വിവേകപരമായിട്ടുള്ള ചിന്തയും. അടുത്തത് പ്രവൃത്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. തെറ്റല്ലാത്ത ഏത് പ്രവൃത്തിക്കും നമുക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടേണ്ടതാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അലമുറകളോ അല്ലെങ്കിൽ നിലവിളികളോ ഒന്നുമല്ല പറയുന്നത്. നമ്മളായിരിക്കുന്ന അവസ്ഥകളിലായിരുന്നുകൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലെ ശരിയായ മാർഗത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. BJP നഗരസഭ 52-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് BJP ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സിജി KS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രശ്മി സുമൽ സ്വാഗതവും സൂരജ് നമ്പ്യാങ്ങാവ് നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് മലയാളികള് ഏറ്റവും കുറവായിട്ട് നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് കണ്ണ്. ആ കണ്ണിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്കറിയാൻ സാധിക്കും, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ 10-40 വർഷം മുന്നൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വിധ സംഭവങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ അറിയാൻ സാധിക്കും. ആ കാലഘട്ടത്തിലൊന്നും ഇതുപോലെ ഒരു സൗജന്യ ക്യാമ്പോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു വലിയൊരു ഗുണമാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവധി ദിവസമാണ് ഇന്ന്, ഞായറാഴ്ച. ഇവിടെ വന്ന് ഈ ഒരു അവസരത്തിൽ ഇതിലൂടെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഈ അവസരം ഒരുക്കിയ ബൂത്ത് കമ്മിറ്റിക്ക് ഞാൻ ആദ്യമായിട്ട് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഐകെയറിനും ഞാൻ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.